കൊടുക്കട്ടെ. ലോകത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാനും പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്. ഞാൻ വളരെ മാസങ്ങളായി പ്രാർത്ഥിക്കുകയാണല്ലോ കർത്താവ്, പെരിന്റെ ടെൻഷൻ കൂടുതൽ നീ കാണുന്നില്ല. അവൻ എത്രയും വേഗം സുഖമായ ഒരു പ്രസവത്തെ കൊടുക്കണേ. എന്നെ ഇങ്ങോട്ട് പഠിക്കാൻ വിടുമ്പോ ഇവിടെ ഇത്രയും പേര് പഠിപ്പിക്കാനുണ്ടാവുമെന്ന് ഞാൻ നിനക്ക് മലയാളം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ അരാമിക്കും ജർമ്മനും കൂടെ പഠിക്കുന്നുണ്ട്. നീ എങ്ങോട്ടാണ് എന്നെ മെത്രാപ്പോലീസ നാട് കടത്തുക അത് നിനക്ക് പോലും അറിയില്ല. ഓക്കെ, ഞങ്ങളിവിടെ ശവക്കോട്ടയ്ക്ക് മതിൽ കെട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണല്ലോ കർത്താവേ. എരിഹോ മതിൽ നീ ഊതി താഴെ ഇട്ടല്ലോ. യെരൂശലേം പള്ളി നീ 3 ദിവസം കൊണ്ട് ഇടിച്ചു പണിഞ്ഞല്ലോ. ഇവിടെ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും എനിക്കൊന്നുമില്ല. ഞാൻ എന്തായാലും ഉടനെ അങ്ങ് പോകുമല്ലോ. വടിയും പൊക്കണവും ഞാൻ എടുത്തിട്ടില്ല. ടോർച്ചും എൻ്റെ സ്ലേറ്റും മാത്രമേ ഉള്ളൂ. ഞാൻ 3 വർഷം കഴിയുമ്പോൾ കർത്താവെ അങ്ങ് പോകും. നിന്റെ വയൽ പ്രദേശത്ത് വേറെ കിടക്കുന്നവരെല്ലാം നീ കാത്തുകൊള്ളണമേ. ഇവരെ അച്ഛന് പണി കൊടുക്കുന്നവരാക്കാതെ അച്ഛന് പണിയാൻ സൗകര്യമുള്ളവരാക്കി തീർക്കണമേ കർത്താവെ. നീ സുരാജിന്റെ കോമഡിയിലൂടെ എനിക്ക് തരുന്ന നല്ല ഉറക്കത്തിനായി രാത്രി 10 കോമഡിക്ക് ശേഷം നമുക്ക് തമ്മിൽ പറയാം. സുരാജ് നിന്റെ നാമത്തിൽ തന്നെ. അപ്പൊ നമ്മളെ ഇടവക സംഘം ഇവിടെ ശവക്കോട്ടയ്ക്ക് മതിൽ കെട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓരോരുത്തരായി അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഇതാരുടെ മേലാണ് നമുക്കിതറിയാം. ഇവിടെ ഓരോരുത്തരെ ഇവിടെ മതിൽ കെട്ടുന്നില്ല, ഇവിടെ കെട്ടിക്കേമില്ല. അതൊക്കെ മനസ്സിലെടുത്താ മതി. അപ്പൊ അത് നമുക്ക് തീരുമാനിക്കാം. പുരുഷൻ നോക്കിയാണ്. അച്ഛോ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ എന്തോ പുത്തം നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോ നോക്കിയാലും ഇത് നല്ലൊരു കാര്യം പറയുമ്പോ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇതൊന്ന് കേട്ടാട്ടെ. അച്ഛോ, ഈ കല്ലറക്കകത്ത് കിടക്കുന്ന ആരെങ്കിലും വെളിയിലോട്ട് വരുമോ അച്ഛോ? ഇല്ല. ഇല്ലേ? ഇല്ലേ? ആ വെളി കിടക്കുന്ന ആരെങ്കിലും ഈ കല്ലറക്കകത്തോട്ട് വരാൻ ഇഷ്ടപ്പെടുമോ അച്ഛോ? അതുമില്ല. പിന്നെ എന്തിനാ ഈ കല്ലറ ഈ മതിൽ കെട്ടുന്നെന്തിനാ? അതെ, തന്നെയൊക്കെ വല്യപ്പന്മാരുടെ വെച്ച് താഴെ കുറ്റി അടിച്ച് പശുവിനെ കെട്ടാതിരിക്കാൻ വേണ്ടി. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് ശവങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. അച്ഛോ, ഇത് ഈ പള്ളി നിൽക്കുന്നത് ഞങ്ങളുടെ അപ്പന് കൊടുത്ത സ്ഥലത്താണ്. ഞങ്ങളുടെ കുടുംബക്കാരെ ഈ പള്ളി വെച്ചത്. ആ അപ്പന്റെ ശവക്കല്ലറയാ കിടക്കുന്നത്. ഈ റോഡ് തേര പാര പോകുന്ന എല്ലാവരും ഈ ശവക്കോട്ട ഈ കല്ലറ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ അപ്പന്റെ കല്ലറ മറിച്ചുകൊണ്ട് ഇവിടെ ഒരു മതിലും കെട്ടുന്നില്ല, കെട്ടിക്കത്തില്ല. അത് അവർ മാത്രം അത് നീ ആരോ എങ്ങനെയുള്ള അവരുടെ പ്രകടനം! ഞാൻ ശരിക്കല്ലേ ഒരു കലക്കിയത്. ഇപ്പൊ ആ ആൾക്കാർ തമ്മിൽ മിണ്ടത്തില്ല. മറ്റുള്ളവർക്ക് ഈ എങ്ങനെ പാറ പണിയാമെന്നാ അവർ ഇങ്ങോട്ടും അങ്ങോട്ടും ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ പണി ലൂസിഫറേ? മോനെ യൂക്കാലിറ്റസ് ഇഷ്ടമായി, പെരുത്തിഷ്ടമായി. ഈ ആള് കേവലം തന്നെയാണല്ലോ. പണ്ടേ ഈ പാട് പണിയാൻ വളരെ മിടുക്കനാണ്. ആ ചെയ്തോ ചെയ്തോ, എല്ലാം നിന്റെ ഇഷ്ടം പോലെയാണ്. ഈ യൂക്കാലിറ്റസ് നിന്റെ കൂടെ
മോനെ യൂക്കാലിറ്റസേ, എന്താ നിന്റെ മുഖം മാറിയിരിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഒന്നും ചെയ്തില്ലേ? ഒരു വർഷം മുഴുവൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തു നോക്കി. നോ രക്ഷ. ഒന്നും അങ്ങോട്ട് ഏശുന്നില്ലെന്നേ, ഏശുന്നില്ല. നീ എന്തോന്നൊന്നും ചെയ്തെന്നാ നല്ല രീതിയിൽ വേണ്ട സമയത്ത് പണി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നിനക്ക് കരയേണ്ടി വരുമായിരുന്നോ? എന്തായാലും നീ എന്തോന്നാ ചെയ്തതെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ആ വീട്ടുകാരെ കണ്ടോ? അവര് പട്ടിണി, ദാരിദ്ര്യവും കഷ്ടങ്ങളും ഒക്കെ ഞാൻ അവർക്ക് കൊടുത്തു നോക്കി. എന്നിട്ട് എന്റെ കൂട്ടുകാരെ ഞാൻ അവർക്ക് അയച്ചു. ഇതൊക്കെ മാറാന് കഞ്ചാവ് കച്ചവടം, കള്ള് കച്ചവടം, നോട്ടിരണ്ടിപ്പോ ഒക്കെ നടത്താൻ പറഞ്ഞു നോക്കി. പക്ഷെ ആ കിളവൻ പറയവാ, ഇതെല്ലാം എന്റെ ദൈവം മാറ്റി തരുമെന്ന്. പിന്നെ ഞാൻ അയാൾക്ക് മാറാത്ത ഒരു രോഗം കൊടുത്തു. ഓ, അന്നേരം ആ കിളവൻ പറയുന്നത് എന്താ വന്നോ? എന്റെ രോഗത്തിന് മരുന്ന് ദൈവമാണ്. പിന്നെ അവരുടെ മോനെ ഞാൻ മുലക്ക് കൊടുത്തു. ഒന്നും വേഷത്തില്ല, ഒന്നും വേഷത്തില്ല. പാലം കുലുങ്ങിയാലും കേള കുലുങ്ങിയാല, കേട്ടിട്ടില്ലയോ? അതുപോലെ അവരെ ദൈവത്തെ പാടി സ്തുതിച്ച് ഒക്കെ കഴിയുക. നീ അവർക്ക് ശത്രുക്കളെ ഉണ്ടാക്കിയോ? കുറ്റവും മുനയും കൊലയും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവർ അവരെ നിന്ദിക്കത്തക്കണം എന്തെങ്കിലും ചെയ്തില്ലേ? എന്റെ അങ്ങോട്ടേ, ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഒന്നും ഏശുന്നില്ലെന്നേ. അവന്റെ 7 തടുക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവത്തിൽ അവൻ അത്ര വിശ്വാസമാണ്. അവനാ ഇപ്പൊ നമ്മളുടെ പ്രധാന ശത്രു. അവൻ നമ്മളുടെ ആൾക്കാരെ മുഴുവനും ദൈവത്തിലേക്ക് ആക്കുവാനേ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, നിങ്ങളെല്ലാരും എന്നോട് സഹകരിച്ച് നമുക്ക് ആ കുടുംബത്തെ ഇല്ലാതാക്കാം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഓർത്തു നമ്മളില്ലാതാകും. ഈ പറഞ്ഞു എല്ലാവരും കേട്ടല്ലോ. എല്ലാവരും ചേർന്ന് ഇവരെ ഇല്ലാതാക്കും. പോയിക്കൊള്ളി. ഇവിടെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതെ സാത്താന്റെ ശല്യമുള്ളതായി തോന്നുന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ആവസിക്കുന്ന സാത്താനെ ഞാൻ ഭർഷിക്കുന്നു. രക്തത്താൽ ചേർന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Militant Prayer Group. Your performance evoked quite a few laughs, and that you have shown us what exactly happens at a certain